ഓം ശാന്തി. ഞാൻ ഒരു ദിവ്യമണിയാണ്. ഈ ശരീരത്തിൽ മസ്തകമധ്യത്തിൽ പ്രകാശിക്കുകയാണ്. ദിവ്യ ഗുണങ്ങളുടെ സാഗരമായ ശിവബാബയുടെ സന്താനമാണ്. ഞാൻ അനുഭവം ചെയ്യുകയാണ്, പരമധാമത്തിൽ നിന്നും ശിവബാബ എന്നിലേക്ക് ദിവ്യ ഗുണങ്ങളുടെ കിരണങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. സർവ ദിവ്യ ഗുണങ്ങളെയും ഞാൻ എന്നിൽ സമാവേശമാക്കുന്നു. ഇപ്പോൾ ഞാൻ ദിവ്യ ഗുണങ്ങളാൽ സമ്പന്നമായിരിക്കുന്നു. എൻ്റെ ജീവിതം ശാന്തി നിറഞ്ഞതായിരിക്കുന്നു. മനസ്സും വചനവും കർമ്മവും വ്യവഹാരവും സിമ്പിളാണ്, സാധാരണമാണ്. ഞാൻ ഓരോ കർമ്മവും ശ്രേഷ്ഠമാക്കുന്നു. സദാ യോഗയുക്തവും യുക്തിയുക്തവുമായിരിക്കുന്നു. എൻ്റെ ശാന്തിപൂർണ്ണ വ്യവഹാരത്തിലൂടെ സർവരുടെയും സ്നേഹവും സഹയോഗവും ഞാൻ പ്രാപ്തി ചെയ്യുന്നു. ദേഹത്തിൻ്റെ സ്മൃതിയിൽ നിന്നും ഭിന്നമായി ഞാൻ ആത്മാഭിമാനി സ്ഥിതിയിൽ സ്ഥിതമാകുന്നു. ദേഹത്തിൻ്റെ സ്മൃതിയിൽ നിന്നും വേറിട്ട് ഞാൻ ബാബയുടെ സ്നേഹിയാകുന്നു. സർവരെയും സദാ ആത്മസ്വരൂപത്തിൽ കാണുന്നു. സംബന്ധ സമ്പർക്കത്തിൽ ആത്മവൃത്തിയിലിരിക്കുന്നു. ഞാൻ സദാ ഈ സ്മൃതിയിലാണ്. ഞാൻ ആത്മാവാണ്. ആത്മാവ് ലൈറ്റാണ്. ആരെ കാണുന്നുവോ അവരും ലൈറ്റ്. എൻ്റെ ബാബ സുപ്രീം ലൈറ്റാണ്. ഞാൻ ഈ സ്മൃതിയിൽ നിരന്തര ആത്മാഭിമാനി സ്ഥിതിയിലിരിക്കുന്നു. ഞാൻ ആത്മാഭിമാനിയാകാനുള്ള അഭ്യാസം ചെയ്യുന്നു. അപ്പോൾ എന്നിൽ ദൈവിക ഗുണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ക്രിമിനൽ ചിന്തകൾ സമാപ്തമാകുന്നു. അപാരമായ സന്തോഷമുണ്ടാകുന്നു. ദൈവിക സ്വരാജ്യത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ മൃത്യുലോകത്തെ ഉപേക്ഷിച്ച് അമരലോകത്തിലേക്ക് പോവുകയാണ്. ഇതിലൂടെ അപാരമായ സന്തോഷമുണ്ടാകുന്നു. പെരുമാറ്റവും ശരിയാകുന്നു. സ്വരാജ്യത്തിനായി അനേകം പേരുടെ മംഗളം ചെയ്യേണ്ടി വരും.
എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. ഞാനിപ്പോൾ സദാകാലത്തേക്ക് സുഖമുള്ള ലോകത്തേക്ക് പോകുകയാണ്. അതിനാൽ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിക്കുന്നു. എനിക്കറിയാം ഞാൻ രാജ്യം നേടിയിരുന്നു. പിന്നീട് അരകൽപ്പം രാജ്യം ഭരിച്ചു. അതിനുശേഷം രാവണൻ മുഴുവൻ കലയും ഇല്ലാതാക്കി. ഞാൻ അധപ്പതിച്ചുകൊണ്ടേ വന്നു. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബ ദൈവിക ഗുണങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിൽ ആസുരീയ ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സമ്പൂർണമായില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിനാൽ ഉള്ളിൽ എന്തെല്ലാം ദൈവിക ഗുണങ്ങൾ ഉണ്ടായിരുന്നുവോ അത് മുഴുവൻ ധാരണ ചെയ്യണം. ഞാൻ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുമ്പോൾ ക്രിമിനൽ ചിന്ത പറന്നു പോകും. ആത്മാഭിമാനിയായി മാറിയില്ലെങ്കിൽ സഹിക്കേണ്ടതായി വരും. ഞാൻ ആത്മാഭിമാനിയായി മാറുകയാണ്. എന്നിൽ ദൈവിക ഗുണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പരിശുദ്ധനായി ഇപ്പോൾ ശൂന്യമായി മാറി. പുനർജന്മങ്ങളെടുത്ത് പവിഴ ബുദ്ധിയിൽ നിന്നും കല്ലുബുദ്ധിയായി. അതിനാൽ സ്വരാജ്യം സ്ഥാപിക്കുന്നതിനുള്ള പുരുഷാർത്ഥത്തിൽ മുഴുകുന്നു. ഇതിനായി ഞാൻ വന്മനാഭവസ്ഥിതിയിലിരിക്കുന്നു. ഉയർന്ന പദവി നേടുന്നു. കൽപ്പകൽപ്പാന്തരങ്ങളിൽ ഞാൻ ഈ പദവി നേടിക്കൊണ്ടിരുന്നു. സദ്ഗതി നൽകുന്നത് ഒരേ ഒരു ബാബയാണ്. മറുകര എത്തിക്കാൻ ഒരേ ഒരു അച്ഛനെയുള്ളൂ. വികാരങ്ങളുടെ മേലെ വിജയം നേടുന്നതിലൂടെ ഞാൻ ജഗത് ജീതാവുന്നു. ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഈ പഴയ രാജധാനി തീർച്ചയായും അവസാനിക്കണം. ഇപ്പോൾ പുതിയ ലോകത്തേക്ക് പോകാൻ ദൈവിക ഗുണങ്ങൾ തീർച്ചയായും ധാരണ ചെയ്യുന്നു. ഞാൻ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു. ഈ സമയത്ത് ഞാൻ പാവനമായി മാറുന്നതിന് യോഗം ചെയ്യുന്നു. യോഗത്തിലൂടെ ഞാൻ ക്രിമിനൽ ദൃഷ്ടിയെ പവിത്ര ദൃഷ്ടിയാക്കി മാറ്റുന്നു. ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ എന്നെ ദേവതയാക്കി മാറ്റുന്നു.
ഞാൻ ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിലേതായിരുന്നു. അതിനാൽ ദേവതകളെ പൂജിക്കുന്നു. ദേവതകളെ പൂജിക്കുന്നവർ ദേവതാക്കളാണ്. മധുരമായ വാക്കുകളിലൂടെ ഞാൻ സേവനം ചെയ്യുന്നു. സഹനശീലരായി മാറുന്നു. കർമ്മങ്ങളുടെ ഗഹനമായ ഗതിയെ മനസ്സിലാക്കി വികാരങ്ങളുടെ മേലെ വിജയം നേടുന്നു. ജഗത് ജീതായ ദേവതയായി മാറുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ശ്രേഷ്ഠ കർമ്മത്തിലൂടെ ദിവ്യ ഗുണമാകുന്ന പ്രഭു പ്രസാദം വിതരണം ചെയ്യുന്ന ഫരിസ്തയിൽ നിന്നും ദേവതയായി ഭവിക്കൂ. ദിവ്യ ഗുണങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ പ്രഭു പ്രസാദമാണ്. ഈ പ്രസാദം ഞാൻ നന്നായി വിതരണം ചെയ്യുന്നു. ഞാൻ ദിവ്യ ഗുണങ്ങളുടെ ടോളി കഴിപ്പിക്കുന്നു. ഈ വിധിയിലൂടെ ഫരിസ്തയിൽ നിന്നും ദേവതയാകുന്നതിൻ്റെ ലക്ഷ്യം പ്രത്യക്ഷമായി കാണപ്പെടുന്നു. യോഗമാകുന്ന കവചം അണിഞ്ഞിരിക്കുകയാണെങ്കിൽ മായയാകുന്ന ശത്രു യുദ്ധം ചെയ്യില്ല. ഓം ശാന്തി.